എത്ര സുന്ദരമാണ് ഈ കാഴ്ച. വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുൻപിൽ നോമ്പ് തുറക്കാൻ വന്ന ഒരു യുവതി താൻ കൊണ്ടുവന്ന പാത്രത്തിലെ ആ ബിരിയാണി തുറന്ന് ആത്മസംതൃപ്തിയോടെ നോമ്പ് തുറക്കു വേണ്ടി കാത്തിരിക്കുന്നൊരു രംഗം. മാഷാ അല്ലാ, അവിടുത്തെ ആളുകളുടെ ഒരു ഭാഗ്യം. ആ വിശുദ്ധ ഹറമിൽ ഇങ്ങനെ സ്ത്രീകളും കുട്ടികളുമായിട്ട് ഓരോരോ കൂട്ടായ്മകളുണ്ടാക്കി അവരവിടെ വന്ന് നോമ്പ് തുറക്കുന്നു, അവർ തറാവീഹ് നമസ്കരിക്കുന്നു, പ്രാർത്ഥന തിരിച്ചു പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മളും കൊതിക്കാണ്, പടച്ച റബ്ബേ ഒന്ന് അവിടെ ചെന്നിട്ട് ഇതുപോലെ ഒരു നോമ്പ് തുറയിൽ പങ്കെടുക്കാനും നമസ്കരിക്കാനും ഇത്തരം ഒരു കാഴ്ചകൾ കാണാനൊക്കെയുള്ള തൗഫീക്ക് നമുക്കുണ്ടായിരുന്നെങ്കിൽ. അതോടൊപ്പം ഗാസയിലെ കണ്ണുനീരും നമ്മൾ കാണാതെ പോകരുത്. ഗാസ വേറൊരു ഭാഗമാണ്. പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലെ ബൈത്തുൽ മുഖദ്ദസും പള്ളികളൊക്കെ ഉള്ളത്. അവിടെയുള്ള ആളുകൾക്ക് ഗാസയിലോളം പ്രശ്നങ്ങളില്ല. എന്നാലും ഇതിനിടയിലും നമസ്കരിക്കാൻ വരുന്ന പ്രായമില്ലാത്ത യുവാക്കളായ ആളുകളെ ഇസ്രായേൽ സേന അതിക്രൂരമായിട്ട് അടിച്ചോടിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും നമസ്കാരത്തിന് തടസ്സം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ലോകത്തുനിന്ന് കേൾക്കുന്ന ഗുരുതരമായൊരു വാർത്ത, ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളുണ്ട്. അവർ നോമ്പെടുക്കാൻ പോലും അവിടുത്തെ ചൈനീസ് ഭരണകൂടം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ചൈനയിൽ മുസ്ലിം പള്ളികളുണ്ട്, അവിടെയൊക്കെ നോമ്പ് തുറയും. അവിടെ KMCC വരെ ഇഫ്താറൊക്കെ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ സാൻജിയാങ് പ്രവിശ്യയിലുള്ള ഉയ്ഗൂർ വർഗത്തിലുള്ള 90% ഉയ്ഗൂർ വംശജർ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നതിനാണ് ചൈനീസ് സർക്കാർ വിലക്കിയിട്ടുള്ളത്. അത് വിലക്കാനൊക്കെ ചില പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. അവർ സ്വയംഭരണം ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നതാണ്. ആ ഒരു ഭാഗത്തോട് ചൈനക്കാർ ചെയ്യുന്ന ഈ ക്രൂരതയ്ക്കൊരു കാരണം. അപ്പോൾ നോമ്പെടുക്കാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് അധികാരികൾക്ക് അയച്ചു കൊടുക്കണം. മതപരമായ ചട്ടക്കൂടുള്ള ആളുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്നതും അവിടെ പതിവാണ്. അപ്പോൾ ലോകത്ത് നോമ്പിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷവും ദുഃഖവും തോന്നിയ രണ്ട് കാഴ്ചകളാണ് ഞാനിന്ന് പങ്കുവച്ചത്.